ആ ഡെവിളിനാകട്ടെ എനിക്ക് ഡെവിൾ ഹണ്ടറുകളെ കൊല്ലണം. എടാ ഡെവിൾ ഹണ്ടർ ചെക്ക, ഇവന്മാര് തനി മണ്ടന്മാരായിരുന്നു. ഞാനിവർക്ക് കുറച്ച് പൈശാചിക ശക്തി കൊടുക്കാന്ന് പറഞ്ഞു. പകരം അവരെന്റെ അടിമകളാകാമെന്ന് സമ്മതിച്ചു. എന്നാൽ ഈ പൊട്ടന്മാർ അറിഞ്ഞില്ല അതവരെ സോംബികളാക്കി മാറ്റുമെന്ന്. കാരണം ഞാനാണ് സോംബി ഡെവിൾ. ഈ ഡെവിളുകളെ ഓടി നടന്ന് കൊല്ലുന്ന ഹണ്ടറുകളെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോകുക എന്ന് ഡെഞ്ചിയോട് ബാക്കി പറയുന്ന സോംബി ഡെവിൾ, പിള്ളേരെ അവനെ പീസാക്കി ആ വേസ്റ്റ് കോട്ടെ തട്ടിയേക്ക് എന്ന് സോംബിയായി മാറിയ യാക്കൂസയിലെ മറ്റു മനുഷ്യരോട് നിർദ്ദേശം നൽകുകയാണ്. അവിടേക്ക് കൂടുതൽ സോംബികൾ വരുന്നത് കണ്ട് തീരെ വയ്യാതെ പോസിറ്റീവുമായി അവിടുന്ന് അവശനായി ജീവനും കൊണ്ട് ഓടുകയാണ് ഡെഞ്ചി. എന്നാൽ അവരിൽ നിന്ന് അധിക ദൂരം ഓടി രക്ഷപ്പെടാൻ സാധിക്കാതെ ആ സോംബി മനുഷ്യരാൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് പോസിറ്റീവുമായി കിടക്കുകയാണ് ഡെഞ്ചി. മരണത്തിലേക്ക് പോകുന്ന ഡെഞ്ചി, വലിയ കാശുകാരനാവാനൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ, ഒരു സാധാരണ ജീവിതമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, അതുപോലും എനിക്ക് തരില്ലെന്ന് പറഞ്ഞ എന്ന് നിസ്സഹായനായി പുലമ്പി കിടക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഒരുപാട് പീസുകളായി വെട്ടിമുറിച്ച് നമ്മുടെ ഡെഞ്ചിയുടെയും പോച്ചിറ്റയുടെയും ഡെഡ് ബോഡി ആയിരുന്നു. ആ കിടപ്പിൽ ഡെഞ്ചിയുടെ രക്തം ഒലിച്ചിറങ്ങി അപ്പോഴും പാതി ജീവൻ അവശേഷിച്ചിരുന്ന നമ്മുടെ പോച്ചിറ്റയുടെ വായിലെത്തുകയാണ്. രക്തം കുടിച്ച ഡെവിൾസ് പഴയതുപോലെ ആകുമെന്നതിനാൽ ആ രക്തം കുടിക്കുന്ന പോച്ചിറ്റ പതിയെ കണ്ണു തുറക്കുകയാണ്. ഇനി നമുക്ക് പോച്ചിറ്റയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. പോച്ചിറ്റയുമായി മരം മുറിക്കാൻ പോവുകയും അവന് ഉണക്ക ബ്രെഡ് വാങ്ങി നൽകിയിരിക്കുന്ന ഡെഞ്ചി, പൊച്ചിറ്റ എന്ന് വേണേലും ഒരു ഡെവിൾ എന്നെ കൊന്നേക്കാം, അങ്ങനെയായ നീ ഒറ്റയ്ക്കായി പോവല്ലോ എന്ന ഒറ്റ വിഷമം മാത്രമേ എനിക്കുള്ളൂ. നീയപ്പോ പട്ടിണി കിടന്ന് ചത്തുപോയേക്കാം, അല്ലേ വേറൊരു ഡെവിൾ ഹണ്ടർ വന്ന് നിന്നെ കൊന്നേക്കാം എന്ന് വിഷമിക്കുന്ന ഡെഞ്ചി. ചില ഡെവിളുകൾക്ക് ശവങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്കതിനെ സാധിക്കുമെങ്കിൽ ഞാൻ മരിച്ച എന്റെ ശരീരം നീ എടുത്തോ, എന്റെ ശവാടൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പൊ പിന്നെ യാക്കൂസ നിന്റെ പുറകെ വരില്ല. എന്നിട്ട് നീ ഇവിടം വിട്ടു പോകണം. എന്നിട്ട് നീ ഒരു സാധാരണ ജീവിതം ജീവിച്ച് ഒരു സാധാരണ മരണം വരിക്കണം. നീ എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണം എന്ന് പറഞ്ഞു ഏൽപ്പിക്കുകയാണ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ ഡെഞ്ചിയുടെ വെട്ടിയെറിഞ്ഞ കൈയും കാലും എല്ലാം ഒരുമിച്ച് ചേരുകയാണ്. ഡെഞ്ചിയുടെ ഹൃദയത്തിലേക്ക് പൊച്ചിറ്റ ചേരുമ്പോൾ അവന്റെ ഹൃദയം വീണ്ടും ശക്തമായി ഇടിക്കാൻ തുടങ്ങുകയാണ്. പതിയെ നഷ്ടമായ കണ്ണുൾപ്പെടെ 2 കണ്ണും തുറക്കുന്ന ഡെഞ്ചി പാതി മയക്കത്തിൽ പൊച്ചിറ്റയെ കാണുകയാണ്. നീ എന്റെ ശരീരം ഏറ്റെടുത്തല്ലേ എന്നവൻ അതിനോട് തിരക്കുമ്പോൾ, എനിക്ക് എപ്പോഴും നിന്റെ സ്വപ്നങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമായിരുന്നു ഡെഞ്ചി. ഇതാണ് എന്റെ ഉടമ്പടി. ഞാൻ എന്റെ ഹൃദയം നിനക്ക് തരാം, പകരം നിന്റെ സ്വപ്നങ്ങൾ നീ എനിക്ക് കാണിച്ചു തരണം എന്ന് തന്റെ ജീവൻ ഡെഞ്ചിക്ക് നൽകുകയാണ് പൊച്ചിറ്റ. പെട്ടെന്ന് ഞെട്ടിയുണരുകയാണ് ഡെഞ്ചി. പൊച്ചിറ്റ ഇനി ഇല്ലെന്ന ആ സത്യം മനസ്സിലാക്കി തന്റെ മുറിവൊക്കെ അപ്രത്യക്ഷമായത് ശ്രദ്ധിച്ച് പൊച്ചിറ്റയെ വിളിച്ച് നിൽക്കുമ്പോൾ അത് കേട്ട് ഡെഞ്ചിയെ തിരിഞ്ഞു നോക്കുകയാണ് സോംബി ഡെവിളും ആളുകളും. ഇതെങ്ങനെ, ഇവൻ ചത്തില്ലേ, നാശം പിടിച്ച ഡെവിൾ ഹണ്ടറുകൾ, പിള്ളേരെ ഇത്തവണ അവനെ അങ്ങ് തിന്നേക്ക് എന്ന് തന്റെ കൂട്ടാളികൾക്ക് നിർദ്ദേശം നൽകുകയാണ് സോംബി ഡെവിൾ. അത് കേട്ട് ഡെഞ്ചിക്ക് നേർ കടുക്കാൻ വരികയാണ് സോംബികൾ. ഇവർക്ക് ആവശ്യത്തിലധികം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും എന്തിനായിരുന്നു ഈ ആർത്തി? ഞാനും അങ്ങനെയാണോ? പൊച്ചിറ്റയുമായുള്ള സന്തോഷം കൊണ്ട് എനിക്ക് തൃപ്തിയായില്ല, അതിനേക്കാൾ നല്ലൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു എന്ന് പൊച്ചിറ്റയുമായുള്ള നിമിഷങ്ങൾ ഓർക്കുന്ന ഡെഞ്ചി. ഒരു തരത്തിൽ എല്ലാവരും അങ്ങനെ സ്വപ്നം കാണുന്നവരാണല്ലേ, ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. പക്ഷെ എന്തിന് എന്നോട് കളിച്ചു, അതിന് നീയൊക്കെ ചാകോടാ എന്ന് തന്റെ ഹൃദയത്തിലേക്കുള്ള പൊച്ചിറ്റയുടെ ചെയിൻ വലിച്ചു നിൽക്കുകയാണ് ഡെഞ്ചി. അപ്പോഴേക്കും ആ സോംബികൾ ഡെഞ്ചിയുടെ മേലേക്ക് വീണ് ആക്രമിക്കുകയാണ്. എന്നാൽ ചെയിൻസോയുടെ സൗണ്ടോടെ ചെയിൻസോ മാൻ എത്തിപ്പോയി മക്കളെ. തനിക്ക് ചുറ്റുമുള്ള സോംബികളെ അരിഞ്ഞു വീഴ്ത്തി നിൽക്കുന്ന ചെയിൻസോ മാനിനെ കണ്ട്, എന്താണ് നീ, ആ കൊച്ചു ഉരുപ്പ് നിന്റെ ശരീരം ഏറ്റെടുത്തോ എന്ന് അത് കണ്ട് ഞെട്ടി നിൽക്കുന്ന സോംബി ഡെവിളിനെ 2 തുണ്ടായി അരിഞ്ഞു വീഴ്ത്തുന്ന ചെയിൻസോ മാൻ അവിടെ ബാക്കി നിൽക്കുന്ന സോംബികളെ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഡെവിളുകളായെന്ന് തോന്നുന്നല്ലോ. നിങ്ങളല്ലേ എന്നെ ഡെവിൾ ഹണ്ടർ ആക്കിയത്, അപ്പോ ഞാൻ എല്ലാ ഡെവിളുകളെയും കൊല്ലണ്ടേ എന്ന് എല്ലാവരെയും വെട്ടിയരിഞ്ഞു കൊല്ലുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പിറ്റേ ദിവസം പുലർച്ചയോടെ ആ ഗോഡൌണിന് മുൻപിൽ ഒരു കാർ വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരു യുവതിയും 2 ആണുങ്ങളും. ആ ഗോഡൌണിനുള്ളിലെ ശവങ്ങൾ കണ്ടിട്ട് ആരോ നമുക്ക് മുന്നേ പണി പറ്റിച്ചല്ലോ എന്ന് ആ യുവതി നിൽക്കുമ്പോൾ ദൂരെ തളർന്നു നിൽക്കുന്ന ചെയിൻസോ മാനിനെ കാട്ടിക്കൊടുത്ത്, ഒരെണ്ണം ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് ആ കൂട്ടത്തിൽ ഒരാൾ പറയുമ്പോൾ ചെയിൻസോ മാനിന് അരികിലേക്ക് നടക്കുകയാണ് ആ യുവതി. നിനക്ക് ഒരു പ്രത്യേക മണമാണല്ലോ, മനുഷ്യനുമല്ല ഡെവിളുമല്ല, ഈ കാണുന്നത് നിന്റെ കരവിരുതാണോ എന്ന് അവൾ തിരക്കുമ്പോൾ,
എന്നെ കെട്ടിപ്പിടിക്കുക എന്ന് അവശതയിൽ പുറകിലേക്ക് വീഴാൻ പോകുന്ന ഡെഞ്ചി പറയുന്നതും നിലത്തേക്ക് വീഴാതെ അവനെ കെട്ടിപ്പിടിക്കുകയാണ് ആ യുവതി. അതോടെ ചെയിൻസോ മാന്റെ കോലം ഡെഞ്ചിയിലേക്ക് മാറുകയാണ്. അത് കണ്ട് അവനെ വല്ല ഡെവിള് നിയന്ത്രിക്കുവാണോ എന്ന് ആ യുവതിക്കൊപ്പമുള്ളവർ തിരക്കുമ്പോൾ, അല്ല, ഡെവിൾ നിയന്ത്രിക്കുന്ന ഒരാളുടെ മുഖം കണ്ട എനിക്ക് മനസ്സിലാവും എന്ന് അവർക്ക് മറുപടി നൽകുന്ന ആ യുവതി, ഞാനിവിടെ സോംബി ഡെവിളിനെ കൊല്ലാൻ വന്നതാണ്. ഞാൻ പബ്ലിക് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഡെവിൾ ഹണ്ടറാണ് എന്ന് താൻ ഗവൺമെന്റിന്റെ ആളാണെന്ന് ഡെഞ്ചി അറിയിച്ച്, നിനക്ക് മുന്നിൽ 2 വഴികളാണുള്ളത്. ഡെവിളായി എന്റെ കൈകൊണ്ട് മരിക്കാം, അല്ലെങ്കിൽ മനുഷ്യനായി എന്റെ കൂടെ നിൽക്കാം. കൂടെ നിന്നെ തീറ്റിപ്പറ്റുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ നിലത്ത് അവശനായി കിടക്കുന്ന ഡെഞ്ചി, തിന്നാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കിട്ടും എന്ന് അവളോട് തിരക്കുകയാണ്. അതിപ്പോ ബ്രെഡ്, പുരട്ടാൻ ബട്ടർ അല്ലെങ്കിൽ ജാം, പിന്നെ ഒരു സാലഡ്, കോഫി, പിന്നെ അവസാനം കഴിക്കാൻ എന്തെങ്കിലും മധുരവും കാണും എന്ന് ആ യുവതി വിവരിക്കുമ്പോൾ അത് കേട്ട് ഒരിക്കലെങ്കിലും ബ്രെഡും ജാമും കഴിക്കണം എന്ന നിസ്സാര കാര്യത്തെ തന്റെ ജീവിത ലക്ഷ്യമായി കരുതി സ്വപ്നം കണ്ട ഡെഞ്ചി ഇത് പൊളിക്കും എന്ന് സന്തോഷിക്കുകയാണ്. അതെ, ചെയിൻസോ മാന്റെയും ഡെഞ്ചിയുടെയും കഥ ഇവിടെ തുടങ്ങുകയാണ്. കാണാൻ പോകുന്ന പൂരം കണ്ടു